അസ്സലാമു അലൈക്കും. നമ്മുടെ നാവിൻ തുമ്പിൽ കടന്നു വരുന്ന ഒരു പദമാണ് ബറക്കത്ത്. ഐശ്വര്യം, പുരോഗതി, അനുഗ്രഹം, സൗഭാഗ്യം, വളർച്ച, വർധനവ്, സമൃദ്ധി എന്നീ അർത്ഥങ്ങളിൽ ബറക്കത്ത് എന്ന പദം ഉപയോഗിക്കുന്നു. ബറക്കത്ത് എന്നതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് നന്മകൾ ലഭിക്കലാണ്. ലഭിച്ച നന്മകൾ സ്ഥിരമായി നിലനിൽക്കലാണ്. അതിൻ്റെ വർധനവാണ്, അതിൻ്റെ വളർച്ചയാണ് എന്നാണ്. ബറക്കത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണെന്ന കാര്യം പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ പറയുന്നു, ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏതു കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. വെള്ളം വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അല്പം വെള്ളം ആരുടെയെങ്കിലും അടുക്കൽ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുക. സ്വഹാബിമാർ അല്പം വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവന്നു. നബി കൈ ആ പാത്രത്തിൽ പ്രവേശിപ്പിച്ചു. ശേഷം അരുളി, ബർക്കത്തുള്ള ശുദ്ധജലം ആവശ്യമുള്ളവർ മുന്നോട്ട് വരിക. ഈ ബർക്കത്ത് അള്ളാഹുവിങ്കിൽ നിന്നത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ് എടുക്കുന്നത് ഞാൻ കണ്ടു. ബറക്കത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണെന്നും മനുഷ്യന് എല്ലാവിധ ബറക്കത്തുകളും ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്നും അള്ളാഹു ബർക്കത്ത് തടഞ്ഞു വെച്ചാൽ അത് നേടിത്തരാൻ മറ്റാരുമില്ലെന്നും അറിയുക. ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. മക്കയും മദീനയും മസ്ജിദുൽ അക്സയും പരിസരവുമാണത്. ഖുർആനിൽ പറയുന്നു, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം മക്കയിൽ ഉള്ളതത്രേ. അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശനമായതും നിലകൊള്ളുന്നു. ചില സമയങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രഭാത സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ അനുഗ്രഹം ചെയ്യണമേ. ചില ഭക്ഷണങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അത്താഴം, സംസം വെള്ളം എന്നിവ ഉദാഹരണങ്ങളാണ്. ഒരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും അത് സംസം അനുഗ്രഹീതമാണ്, തീർച്ചയായും അത് ഭക്ഷണത്തിന് ഭക്ഷണവുമാണ്. അള്ളാഹുവിൻ്റെ കലാം ആയ ഖുർആൻ ഏറെ ബർക്കത്തുള്ള ഗ്രന്ഥമാണ്. ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം സൗകര്യങ്ങളും വിഭവങ്ങളും ലഭിക്കുകയല്ല, ലഭിച്ചവയിൽ ബർക്കത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഗുണകരമെന്ന സന്ദേശവും ഈ പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പ്രാർത്ഥന: അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് നൽകണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ലഭിക്കേണ്ടതുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വലിയ വരുമാന മാർഗമുണ്ടായിട്ടും പണം ഒന്നിനും തികയുന്നില്ലയോ? അതിൽ ബർക്കത്ത് ലഭിക്കാത്തതുകൊണ്ടാണ്. ദാമ്പത്യ ജീവിതം സുഖകരമല്ലയോ? അതിൽ ബർക്കത്ത് ലഭിക്കാത്തതാണ് കാരണം. ഒന്നിനും സമയമില്ലെന്ന് തോന്നുന്നുവോ? സമയത്തിലെ ബർക്കത്ത് ലഭിക്കുന്നില്ലെന്ന് തിരിച്ചറിയുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10ഓളം ഭാര്യമാരുണ്ടായിരുന്നു. അവിടുന്ന് രാഷ്ട്രത്തലവനും സൈന്യാധിപനും നയതന്ത്രജ്ഞനും ജഡ്ജിയും ഇമാമും ഖത്തീബുമൊക്കെ ആയിരുന്നു. എല്ലാറ്റിനും ഉപരി അള്ളാഹുവിൻ്റെ റസൂലുമായിരുന്നു. അവിടത്തേക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് ലഭിച്ചിരുന്നത്. അവിടുന്ന് ഉറങ്ങുകയും ചെയ്തിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിച്ചാൽ അതിൽ കൂടുതൽ സൗഭാഗ്യം അവന് മറ്റൊന്നുമില്ല. ആയുസ്സിൽ ബർക്കത്ത് ലഭിച്ചാൽ കുറഞ്ഞ കാലയളവിൽ തന്നെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കും. അറിവിൽ ബർക്കത്ത് ലഭിച്ചവരുണ്ട്. അവർക്ക് ചിലപ്പോൾ കുറച്ച് അറിവേ കാണുകയുള്ളൂ. എന്നിരുന്നാലും അവരുടെ അറിവ് അമലാക്കുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിൽ ബർക്കത്ത് ലഭിക്കുകയെന്നത് പറഞ്ഞാൽ അവന് സന്താനങ്ങളെ ലഭിക്കുകയും അവരെല്ലാം സ്വാലിഹീങ്ങളായിരിക്കുകയും ചെയ്യുമെന്നാണ്. സമ്പത്തിൽ ബർക്കത്ത് ലഭിക്കുകയെന്ന് പറഞ്ഞാൽ അവന് അതിൽ വർധനവ് ലഭിക്കുമെന്നും അതോടൊപ്പം ലഭിക്കുന്ന വരുമാനം എത്ര ചെറുതാണെങ്കിൽ പോലും അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ രംഗത്തും ബർക്കത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബർക്കത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ: ഈമാനും തഖ്വയും നിലനിർത്തുക. ഈമാനും സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ പതിവാക്കുക. സത്യവിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നൽകുമെന്നും പരലോകത്ത് വെച്ചു അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കൂടി നൽകപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. 3. ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുക. നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഉപജീവനം വന്നെത്തും. 4. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. 5. വീട്ടുകാരോട് സലാം പറയുക. ഏതൊരാളും കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് നൽകും. 6. സ്വതക്ക നൽകുക, സക്കാത്ത് കൊടുത്തു വീട്ടുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വതക്ക നൽകുന്നതിലൂടെ സമ്പത്ത് കുറയുകയില്ല. അതിനാൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക. ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്ര ഇരട്ടി സമ്പാദിക്കുന്നവർ. 7. കുടുംബ ബന്ധം ചേർക്കുക. 8. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയുസ് വർദ്ധിക്കുവാനും വിഭവങ്ങളിൽ വിശാലത ഉണ്ടാകുവാനും ആരാഗ്രഹിക്കുന്നുവോ അവൻ മാതാപിതാക്കളുടെ നന്മയിൽ കഴിയട്ടെ, കുടുംബബന്ധം പുലർത്തുകയും ചെയ്യട്ടെ. 9. ദീനീ വിജ്ഞാനം നേടൽ. 10. തവക്കുൽ. ഖുർആനിൽ പറയുന്നു, വല്ലവരും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അള്ളാഹു തന്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. 11. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ഒരു ഹദീസിൽ കാണാം, അബൂ ഉമാമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം അത് സ്വീകരിക്കൽ ബർക്കത്താണ്, അതിനെ ഉപേക്ഷിക്കൽ നഷ്ടമാണ്. മരണക്കാർക്ക് അതൊരിക്കലും താങ്ങുവാൻ സാധ്യമല്ല. 12. ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ചെയ്യുക. ഒരു ഭക്ഷണ തളികയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കും. ഒരാളുടെ ഭക്ഷണം കൊണ്ട് 2 ആൾക്ക് കഴിക്കാനാകും. 2 ആളുടെ ഭക്ഷണം കൊണ്ട് 3 ആൾക്ക് കഴിക്കാം. 3 ആളുടെ ഭക്ഷണം 4 5 പേർക്ക് കഴിക്കാം. 13. കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക. 14. ഭക്ഷണ സാധനങ്ങൾ അളന്നു കൊടുക്കുക. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ യാതൊരു ബർക്കത്തും ഉണ്ടായിരിക്കുന്നതല്ല. ഉദാഹരണത്തിന് പലിശയുടെ കാര്യമെടുക്കാം. ഭൗതികമായി നോക്കുമ്പോൾ പലിശ ലഭിക്കുന്നതിലൂടെ സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ബർക്കത്ത് ഇല്ലാത്തതിനാൽ അത് വളരുകയില്ല. അള്ളാഹു താല പറയുന്നു, അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. യാതൊരു നന്ദികെട്ട ദുർവർത്തനയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. ഹറാമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ കണ്ടാൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വല്ല നന്മയോ നേട്ടമോ കണ്ടാൽ അവനിൽ അസൂയ വെക്കാതെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അവന് വേണ്ടി ബാറക്കല്ലാഹു ഫീഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അതിലുണ്ടാവട്ടെ, ബാറക്കല്ലാഹു ലക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം താങ്കളിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്ന് പല ആളുകളും ബർക്കത്തിനു വേണ്ടി അല്ലാത്ത വ്യക്തികളെയും വസ്തുക്കളെയുമെല്ലാം ആശ്രയിക്കുന്നത് കാണാം. അല്ലാത്ത വ്യക്തികളെ സമീപിച്ച് അവരിൽ നിന്നും എന്തൊക്കെയോ എഴുതുവാങ്ങി വീടുകളിലും സ്ഥാപനങ്ങളിലും സൂക്ഷിക്കുകയും കെട്ടിത്തൂക്കുകയും ചെയ്യുന്നു. പുതിയ വാഹനം വാങ്ങിയാൽ മരണപ്പെട്ടവരുടെ മക്ബറകളിൽ കൊണ്ടുചെന്ന് അതിൽ പട്ടും നൂലുമെല്ലാം കെട്ടുകയും താക്കോൽ ബർക്കത്തിനായി അവിടെ കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഷിർക്കും കുഫ്റും ചേർന്ന പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ സ്വാലിഹായ പ്രവൃത്തികളിലും ബർക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.